ഹായ് ഹലോ നമസ്കാരം. ഭർത്താവ് അറിയാതെ വേറൊരുത്തിന്റെ കൂടെ പോയി കടന്ന് അവനാൽ ഒരു കുഞ്ഞുണ്ടാവുകയും ഈ ഒരു കുഞ്ഞിനെ വീട്ടുകാരോ ഭർത്താവോ ആരും കാണാതെ 9 മാസം കൊണ്ട് വയറിൽ ചുമക്കുകയും കൂടാതെ ഈ ഒരു കുഞ്ഞിനെ വീട്ടുകാരും അറിയാതെ വീട്ടിൽ തന്നെ പ്രസവിക്കുകയും അതിനുശേഷം കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുകയും കുഞ്ഞിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു ക്രൂരയായ അമ്മ. സംഭവം നടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കാട്ടാക്കടയിലാണ്. ശരിക്കും പറഞ്ഞാൽ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇതിനുള്ള ധൈര്യം കിട്ടുന്നത്? എങ്ങനെയാണ് ഒരു പിഞ്ചു കുഞ്ഞ്, ആ ഒരു കുഞ്ഞിന് ഈ ഒരു ലോകത്തിൽ ജീവിക്കാൻ ഒരു ദിവസം പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ ഒരു കുഞ്ഞിനെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയും കുഞ്ഞിൻ്റെ ദേഹത്തിൽ ഉപദ്രവിക്കുകയും കുഞ്ഞിൻ്റെ നെഞ്ചിൽ 3 കുത്തോളം കുത്തിയിട്ടുണ്ട് ഈ ഒരു അമ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ പെറ്റ് ഈ ഒരു ലോകത്തിൽ കൊണ്ടുവന്ന ഈ അമ്മ എന്ന് പറയുന്ന ഈ ഒരു അമ്മ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു നീച സ്ത്രീ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ് പറയാനായിട്ട് സാധിക്കുക? ഇത്രയും മനസാക്ഷി ഇല്ലാതെ. അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഈ 9 മാസം ഇവളുടെ വയറ് വലുതായിട്ട് ഇവളുടെ ഹസ്ബൻഡും വീട്ടുകാരും അറിഞ്ഞില്ലേ എന്നുള്ളതാണ്. ഓൾറെഡി ഇതിനെപ്പറ്റി ഇവിടെ വീട്ടുകാർ ചോദിക്കുമ്പോൾ ഇവൾ കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്യാസിന് ഇഷ്യൂ ഉണ്ട്, ഗ്യാസ് പ്രോബ്ലം ആണ് എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ 9 മാസമൊക്കെ ആരും അറിയാതെ സ്വന്തം കെട്ടിയതിൻ്റെ കൂടെ കിടന്ന് ഒരു കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് ചുമക്കുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്ത് എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ശരി, ഓക്കെ, ഒരു കുഞ്ഞ് ഒരു ഇൻകേസ് അബദ്ധത്തിൽ ഗർഭിണിയായി എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇങ്ങനെ ക്രൂരമായിട്ട് കൊല്ലാൻ എങ്ങനെയാണ് തോന്നുന്നത്? ഈ കുട്ടിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഇറച്ചി വെട്ടുകാരനാണ്. ഇദ്ദേഹം ഈസ്റ്ററായിട്ട് ഇറച്ചിയൊക്കെ വെട്ടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇവൾക്ക് ഒട്ടും തീരെ വയ്യ. ആ ഒരു സമയത്തിനുള്ളിൽ ഈ പറയുന്ന കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞിൻ്റെ ഈ ഒരു പൊക്കിൾ കൂടിയെല്ലാം സ്വയമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവൾ ഒട്ടും വയ്യാത്ത രീതിയിൽ കിടക്കുന്നു. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഇവരുടെ റൂമിലോട്ട് കയറുമ്പോഴാണ് ഈ ഒരു ബെഡ്ഷീറ്റിൽ രക്തം ബ്ലഡ് കിടക്കുന്നത് ഈ ഒരു ഹസ്ബൻഡ് കാണുന്നത്. ആ ഒരു സമയത്ത് എടുത്തു നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ഒരു കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത്രയും വൃത്തികെട്ട സ്ത്രീകൾ, അല്ലെങ്കിൽ ഇത്രയും മനസാക്ഷി മരവിച്ച് പോയ നിൻ്റെയൊക്കെ ഈ പറയുന്ന കാമം എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ എന്തിനാണ് ഒരു കുഞ്ഞു ജീവനെ തന്നെ മരവിപ്പിച്ച് കളയുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജീവനെ നഷ്ടപ്പെടുത്തി കളയുന്നത്, ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന രീതിയിലോട്ടൊക്കെ പോകുന്നത് എന്തിനാണ്? എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേട്ടപ്പോൾ എൻ്റെ മാനസിക അവസ്ഥ, കാരണം ഞങ്ങൾക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ. ഈ സ്ത്രീക്ക് ഓൾറെഡി ഒരു കുഞ്ഞുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവൾക്കൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? എന്ത് ശിക്ഷ കൊടുത്താലാണ് ഇവളൊക്കെ നേരെ ആവുക അല്ലെങ്കിൽ നന്നാവുക എന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയായാലും ഒരു പിഞ്ചു കുഞ്ഞിനെ സ്വന്തം പ്രസവിച്ച അമ്മ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ തൂക്കിൽ കയറ്റുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇവൾ ആ ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന ആ ഒരു മനസാക്ഷി ഒരു നിയമവും ഒരു ഉദ്യോഗസ്ഥരും ഇവളോട് കാണിക്കാൻ പാടില്ല. ഇവളത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടാതെ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.